ഈ വഴിയിലൂടെയൊക്കെ ഞാൻ നടന്നിട്ട് എത്ര കാലമായി. മുമ്പ് കോളേജിൽ പഠിപ്പിക്കാൻ പോയിരുന്ന സമയത്ത് ഇതിൽ കൂടെ ഓടി ഓടി നടക്കുമായിരുന്നു. പിന്നീട് വണ്ടിയൊക്കെ നമ്മളെടുത്ത് യൂസ് ചെയ്താൻ തുടങ്ങിയതിന് ശേഷം ഇതിൽ കൂടെ നടന്നു പോയിട്ടില്ല. അപ്പോൾ ഇത്തവണ കളിയാട്ടുത്സവത്തിന് എൻ്റെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ അതിൽ കൂടെ ഒന്നുകൂടെ ആ നടക്കലിൻ്റെ ഓർമ്മയങ്ങ് പുതുക്കി. ഇത്തവണ നാട്ടിലുള്ള പെൺകുട്ടികളുടെയൊക്കെ ഡാൻസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല, പുറമേ നിന്നുള്ള ആളുകളുടെ ഡാൻസ് പരിപാടിയും മ്യൂസിക്കൊക്കെ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇത്തവണ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്കൊന്ന് പിന്നോട്ട് പോയി. കാരണം ഞങ്ങൾ അവിടെ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു മഴയുടെ സമയമായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് കൃത്യം ദേവിയുടെ നാൾ, കാർത്തിക നാളിൽ കളിയാട്ട് കഴിക്കുന്നത്. അന്നെന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല, മിക്കപ്പോഴും നമ്മുടെ എക്സാമിൻ്റെ സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ ഡാൻസ് കളിക്കുമ്പോൾ ഫുള്ള് മഴയായിട്ട് എല്ലാവരും കൂടെ ഒരു സൈഡിലേക്ക് മാറി നിന്ന് സ്റ്റേജിലൊക്കെ ഓർമ്മ ഇങ്ങനെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ അവരൊക്കെ കളിക്കുന്ന കണ്ടപ്പോൾ നമ്മളിങ്ങനെ മനസ്സിലേക്ക് ആ കാര്യങ്ങൾ വരികയും ചെയ്തു. നമ്മളവിടെ ഇപ്പോൾ മകളായിട്ട് ജസ്റ്റ് വന്ന് കാണാൻ മാത്രമേ പറ്റുള്ളൂ, നമ്മളവിടുത്തെ വിരുന്നുകാരായി മാറിപ്പോയല്ലോ എന്നൊക്കെ മനസ്സിൽ കൂടെ ഒരു ചിന്ത കൂടെ വന്നു കേട്ടോ. ഞാനും അമ്മയും എൻ്റെ മക്കളും എൻ്റെ വല്യമ്മയും കൂടെയാണ് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇത്തവണ 2 ദിവസമായിട്ടായിരുന്നു കളിയാട്ട് ഉത്സവം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം തലേ ദിവസവും കളിയാട്ട് പ്രധാനമായിട്ടും നടന്നത് കാർത്തിക നാളിൽ. അപ്പോൾ ഇത് ഭരണി നാളിലുള്ള പരിപാടിയാണ് ഈ കാണുന്നത്. പരിപാടി അതിഗംഭീരമായിരുന്നു. ഗ്രാമിക ഫോക്ക് ബാൻഡിൻ്റെ മ്യൂസിക് നൈറ്റൊക്കെ ഉണ്ടായിരുന്നു. വളരെ അടിപൊളിയായിട്ട് അവർ ചെയ്തു. നമ്മുടെ നാട്ടുകാരാണ് അവർ 10 വർഷമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു ബാൻഡിനെ കുറിച്ചിട്ട് ഇതൊക്കെ വന്നപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. ഭയങ്കര അടിപൊളിയായിട്ട് അവരെല്ലാ കാര്യങ്ങളും ഒരു നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഫീലിങ്സ് തോന്നും. ഡയറക്റ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അത്രയും നല്ലൊരു പരിപാടിയായിരുന്നു കേട്ടോ അവരുടെ. ഞാൻ ഇത്രയും നല്ലൊരു ബാൻഡ് നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ള അറിഞ്ഞില്ല. അതിൻ്റെയൊക്കെ ക്ലിപ്പിങ്സും കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഈ കളിയാട്ടുത്സവം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലാകെ ഉള്ളൊരു അമ്പലമാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഈ ഒരു അമ്പലം മാത്രമുള്ളതുകൊണ്ട് ഇത് ഭയങ്കര എക്സ്പെക്റ്റ് ചെയ്ത് നമ്മൾ നിൽക്കും. അപ്പോൾ എപ്പോഴും ഈ വേനൽക്കാലത്ത് നമ്മൾ മാർച്ച് എക്സാമിൻ്റെ സമയത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ആ സമയത്ത് ഭയങ്കര റഷായിരിക്കും. ഈ പരീക്ഷയ്ക്ക് പഠിക്കണോ അതോ ഈ പരിപാടിൻ്റെ കൂടെ നിൽക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമുക്ക് തിങ്ങി നിറഞ്ഞിരുന്നൊരു ജനാവലി ഉണ്ടായിരുന്നു അന്ന് കാലത്ത്. പക്ഷെ ഇന്നൊന്നും ഇപ്പോൾ അങ്ങനെയൊന്നും പരിപാടികളൊന്നും അത്ര അതായത് ആ സമയത്ത് എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിരുന്ന പോലെയൊന്നും ഇപ്പം ഇല്ല. ഇപ്പോൾ താലത്തിനായാലും വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അന്നെന്ന് പറയുമ്പോൾ താലം ഈ അറ്റത്ത് മുതൽ ആ അറ്റം വരെ കണ്ണെത്താ ദൂരത്തോളം പെൺകുട്ടികൾ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നല്ല ഭംഗിയിൽ ഇങ്ങനെ താലവും പിടിച്ച് വരുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഉത്സവം നടക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും നമ്മുടെ കുട്ടിക്കാലത്തേക്ക് പോകും. നമ്മളെപ്പോൾ ഞാൻ കളിയാട്ടിന് സാധാരണ വരുന്ന സമയത്തൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങനെ നൊസ്റ്റാൾജിക് ഫീലിംഗ് അങ്ങനെ വരാറില്ല. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ അറിയാതെ ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ വലുതായപ്പോൾ അവർ ഈ പരിപാടികളിലൊക്കെ എൻജോയ് ചെയ്ത് കാണുമ്പോഴാണ് പെട്ടെന്ന് ഈ പഴമയിലേക്ക് നമ്മൾ പോകുന്നത്. അല്ലാതെ എനിക്കങ്ങനെ നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒന്നും പൊതുവെ വരാറില്ല. പക്ഷെ നമ്മുടെ കുട്ടികൾ എൻജോയ് ചെയ്യുന്ന കാണുന്ന സമയത്താണ് നമ്മളും ഈ ഒരു സ്റ്റേജിൽ വന്നിരുന്ന സമയത്ത് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചു പോവാം. അപ്പം ഞങ്ങൾ കളിയാട്ടുത്സവത്തിന് ഡാൻസ് നമ്മുടെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഡാൻസ് കളിച്ച് നല്ല മഴയായതുകൊണ്ട് പരിപാടി ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് ഞങ്ങൾക്ക് പിറ്റേ ദിവസം ഈ ഡാൻസ് കളിച്ചിട്ടുള്ള കുട്ടികൾക്കൊക്കെ അവിടെ ഒരു കട നടത്തുന്നൊരു അണ്ണനുണ്ടാവും. ഞങ്ങൾക്ക് അണ്ണൻ പറയുക, ആളുടെ ശരിക്കുള്ള പേര് എനിക്കറിയില്ല. അപ്പോൾ അണ്ണൻ ആ കളിച്ച എല്ലാ കുട്ടികൾക്കും ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് ഞങ്ങൾക്ക് തന്നിരുന്നു. പക്ഷെ അന്ന് ഈ പരിപാടി മഴ കാരണം തരാൻ പറ്റാത്തതുകൊണ്ട് പിന്നീട് പിറ്റേ ദിവസം ഇതിൻ്റെ സംഘാടകരെല്ലാവരും ഈ ഡാൻസ് കളിച്ചിട്ടുള്ള എല്ലാ കുട്ടികളുടെ വീട്ടിൽ പോയിട്ട് ഈ പ്ലേറ്റ് കൊടുക്കുന്നത് എനിക്കത് ഇപ്പോൾ ഓർമ്മയുണ്ട്. രാവിലെ എണീച്ച് നമ്മൾ വരുന്നത് ഇവരുടെ സൗണ്ട് കേട്ടിട്ടാണ്. ഡോറ് തുറന്ന് നോക്കുമ്പോൾ കുറേ പ്ലേറ്റുമായിട്ട് ഈ സംഘാടകർ. അപ്പോൾ എല്ലാ ഡാൻസ് കളിക്കുന്ന കുട്ടികൾക്കും പ്ലേറ്റ് അണ്ണൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു തട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മെല്ലെ ഓർമ്മയിലേക്ക് കടന്നുപോയി. പക്ഷെ അതിന് ശേഷമൊന്നും പിന്നെ അങ്ങനെ കുട്ടികളുടെ ഡാൻസ് പരിപാടികളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയൊക്കെ ഈ പുറമേ നിന്ന് ആൾക്കാർ വന്നിട്ടുള്ള പ്രോഗ്രാംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുമ്പൊക്കെ നാടകമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പുലർച്ചയൊക്കെ ആയിരിക്കും വീടെത്താം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ചാർലി ചാപ്ലിൻ്റെ ഒരു നാടകം. ഞാൻ അന്നാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി വെച്ചിട്ടുള്ളൊരു നാടകം ഉണ്ടായിരുന്നു. ഞാൻ നാടകം കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ചാർലി ചാപ്ലിൻ്റെ നാടകം മാത്രം നല്ല ഭയങ്കരമായിട്ട് മനസ്സിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. കാരണം നല്ല അവതരണമായിരുന്നു. പിന്നെന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഈ കുടുംബ വിഷയങ്ങളും മറ്റുള്ളതൊക്കെ കണ്ട് ഇതുപോലെ കുറച്ച് വെറൈറ്റി പിടിച്ചിട്ടുള്ളൊരു നാടകമായിരുന്നു അന്ന്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് 10 മണിയാകുമ്പോഴേക്കും പ്രോഗ്രാം നിർത്തണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ കൊണ്ടാണ്
ഇത്തവണ 2 ദിവസമായിട്ട് പരിപാടി നടത്താൻ തന്നെ കാരണം ഇവിടുത്തെ വൈകുന്നേരം താലപ്പൊലിയും ഇതൊക്കെ കഴിഞ്ഞ് അവിടെ എത്തി. പിന്നെ ഈ ഗ്രാമികയുടെ പ്രോഗ്രാം കൂടി ആവുന്ന സമയത്ത് ലേറ്റ് ആവും എന്നുള്ളത് കൊണ്ട് 2 ദിവസമാക്കി നടത്തിയതാണ്. അപ്പോൾ അന്നത്തെ ആ കാലത്തിലേക്കൊക്കെ ഇങ്ങനെ പോയി. ഞങ്ങൾ ഇതുപോലെ 3 മണി 4 മണിക്കൊക്കെ ആയിരിക്കും നാടകം കഴിഞ്ഞ് വരിക. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ നിരക്കനെ വരും. ഇവിടുന്ന് പോകുന്ന സമയത്ത് പുതപ്പും ന്യൂസ് പേപ്പറും ഒക്കെ എടുത്തിട്ടായിരിക്കും പോവുക. അവിടെ പോയി ഇരിക്കാനും ചിലപ്പോൾ ഉറക്കം വന്നെങ്കിൽ കിടക്കാനൊക്കെ ഉള്ളതായി. അവിടെ തിരിച്ചു വരുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ കോഴി കൂവുന്നുണ്ടാവും. അപ്പോഴാണ് ഇത്രയായി സമയം എന്നൊക്കെ അവിടെ മുത്തശ്ശിമാർ പറയും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർത്തുപോയി ഞാൻ. പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ എൻ്റെ വെയിറ്റുള്ള അത്രയും പഴം അച്ഛൻ നേർച്ച പോലെ ദേവിക്ക് കാണിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു നിമിഷമായിരുന്നു ഈ വർഷം. ഇപ്പോൾ കുറച്ചായിട്ട് കളിയാട്ടിന് വന്നാൽ ഞാൻ പ്രോഗ്രാം കാണാറൊന്നുമില്ല. പക്ഷേ ഇത്തവണ അതിനും പോകാൻ പറ്റി. അതൊക്കെ ഇപ്പോൾ ഒരുപാട് ഓർമ്മകളായി ഇറക്കാൻ പറ്റി എന്നുള്ളതാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മെമ്മറീസും കൂടെ ഇത്തവണ ഉണ്ടായിരുന്നു. എനിക്കതാണ് ഒരുപാട് സന്തോഷം തോന്നി ഇത്തവണ കളിയാട്ട് വന്നു. എനിക്ക് നോർമലി കളിയാട്ടിന് വരുന്ന സമയത്ത്, അതായത് ഞാൻ സ്കൂളിൽ വന്ന സമയത്ത് പരിപാടിൻ്റെ കൂടെ പോവും, കഴിയും, അത്ര തന്നെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ വരുമ്പോൾ അത്ര ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണത്തെ കളിയാട്ട് എനിക്ക് എന്തോ ഒത്തിരി സ്പെഷ്യലായിട്ട് തോന്നി. ഗ്രാമീണ പ്രോഗ്രാമൊക്കെ കിടുമായിരുന്നു. അപ്പം ഞങ്ങൾ അതും ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. മോൻ താല്പര്യക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ ആശാൻ സ്റ്റേജിലല്ലാണ്ട് ഞങ്ങളുടെ മോൻ നോക്കിയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. മോളൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ഈ ചെടി മൂടി പുതച്ച് കിടക്കുന്ന ഈ ഭാഗമല്ലേ, ഇവിടെ ഒരു ആൽമരം ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം മറ്റാണ് ഈ മഴയത്ത് ഇതങ്ങനെ പുഴങ്ങി വീണു. നമ്മൾ ആലും ചൂട് എന്നാണ് ഈ സ്ഥലത്തിന് പറയുക. പക്ഷേ ഇപ്പോൾ ആൽമരമില്ല. ആ ആൽമരത്തിന് ചുറ്റുമായിരുന്നു മുമ്പ് ഞങ്ങൾ ചെറുപ്പത്തിൽ എല്ലാവരും കൂടെ ഈ താലമൊക്കെ എടുത്ത് നിന്നിട്ടുണ്ടായിരുന്നത്. ഈ താലമൊക്കെ എടുത്ത് നിൽക്കുന്ന സമയത്ത് എപ്പോഴും എന്തെങ്കിലും ഒരു മോഷണം ഉണ്ടാവാറുണ്ട്. കാരണം ഒരുപാട് കുട്ടികളൊക്കെ നിൽക്കണതല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഈ ആൽമരമൊക്കെ ഒരുപാട് മിസ് ചെയ്ത പോലെ തോന്നി. ഈ കാലുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഒന്നുമില്ല. ഞാൻ ധൃതി പിടിച്ച് ഓടുന്നതിനിടയിൽ എൻ്റെ 2 കാലിലും 2 ചെരുപ്പാണ്. പെട്ടെന്ന് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ മോളുടെ കൈ ശ്രദ്ധിച്ചോ? അതിലുള്ളത് കേക്ക് ഐസ്ക്രീമാണ് കേട്ടോ. പുറത്തിറങ്ങി ഐസ്ക്രീം വേണം പറഞ്ഞ് ബഹളം വെച്ചിട്ട് അവസാനം വാങ്ങിച്ചു കൊടുത്താണത്. ചെറിയച്ഛൻ്റെ മോൻ കൃഷ്ണു. പിന്നെ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ആദ്യം ഞാൻ പോകുന്നത് തന്നെ ഈ അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നുമല്ല, എനിക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പാലക്കാടൊക്കെ പോയി തിരിച്ചെത്തുമ്പോഴത്തേക്കും സമയമായി. അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ പരിപാടിയാണിത്. ഇതുപോലെ ചെണ്ടമേളവും ഈ വേഷങ്ങളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾ ഈ വേല ഇങ്ങോട്ട് പോയതിന് ശേഷം പിന്നീട് ഞാനും എൻ്റെ നാത്തൂൻ നന്ദിനിയും എൻ്റെ മോളും കൂടെയാണ് പിന്നീട് അമ്പലത്തിൽ പോയത്. അവൾക്ക് തലേദിവസം അമ്പലത്തേക്ക് പോകാൻ പറ്റിയില്ല, വേറെ ഒരു കാര്യം ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 3 കൂടെ പോയതിന് ശേഷം DJ മ്യൂസിക് അവിടെ പാടത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗ്രാമിക പ്രോഗ്രാം നടക്കുന്ന സെയിം ഈ DJ ആണ് കേട്ടോ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്നും DJ നടത്തിയില്ല. അപ്പോൾ അതിനിടയിൽ കൂടെ പോപ്പർ പൊട്ടിച്ചതിൻ്റെയാണ് ആ സാധനം നിങ്ങളിപ്പോൾ കണ്ടത്, സ്റ്റാർ പോലെ. പിന്നീട് ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതു. അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് കുറച്ച് കടലയും കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് DJ ഒക്കെ കുറച്ച് നേരം കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത്. വലിയ തിരക്കൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് പോയിട്ട് ഞങ്ങൾ സിമ്പിളായിട്ട് വീടെത്തി കുറച്ച് നേരം കഴിഞ്ഞതും കിടന്നുറങ്ങി കേട്ടോ. ഭയങ്കര ക്ഷീണമായിരുന്നു, എന്താണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ കളിയാട്ട് കഴിഞ്ഞു. ഇനി ഈ കളിയാട്ട് വീണ്ടും ഞങ്ങൾ കാണണമെങ്കിൽ അടുത്ത വർഷം വരെ കാത്തിരിക്കണം. എന്തൊക്കെയായാലും ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു കളിയാട്ടായിരുന്നു ഇത്തവണ. തിരുവത്തിപ്പള്ളി നേർച്ച പോലെ തന്നെ ജാതി മതഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ് ഞങ്ങളുടെ കളിയാട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.